Hi everyone, welcome back to my YouTube channel ടാരോ വിത്ത് ഷംല. നമുക്കിന്ന് യൂണിവേഴ്സിനോട് നിങ്ങളുടെ പേഴ്സൻ്റെ ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ആ പേഴ്സൺ ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ, അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോൾ യൂണിവേഴ്സിനോട് ചോദിക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? യൂണിവേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കും. പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നോക്കാം ആ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഓക്കെ, ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് വാണ്ട്സ് ആണ്. സെക്കൻഡ് കാർഡ് സിക്സ് ഓഫ് വാണ്ട്സ് ആണ്. ഏസ് ഓഫ് സ്വാർഡ്, സിക്സ് ഓഫ് വാണ്ട്സ്, Pentacles, Ten of Pentacles, Eight of Cups, The Moon. നമ്മൾ 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. കാർഡ്സ് ഇതൊക്കെയാണ് വന്നിരുന്ന കാർഡ്. ആദ്യം വന്നത് ഈ കാർഡാണ്, ഈസ് ഓഫ് സോർഡ്. സെക്കൻഡ് വന്നത് സിക്സ് ഓഫ് വാണ്ട്സ്. തേർഡ് വന്നത് ടെൻ ഓഫ് പെൻറ്റക്കിൾസ്. ഫോർത്ത് വന്നത് കപ്സ്, എയ്റ്റ് ഓഫ് കപ്സ്. പിന്നീട് ഒരു മേജർ ആർക്കാന കാർഡ് ദ മൂൺ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചത്. യൂണിവേഴ്സ് നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. അത് നമുക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്നേഹിക്കും, വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് മനസ്സിലൊരു ഭയമൊക്കെ ഉണ്ട്. ഒരു ഭയവും രീതിയിൽ നിന്ന് പിന്മാറിപ്പോയാലോ എന്നൊക്കെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ട്. നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിന്നും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ആയിരിക്കാം. സ്നേഹിക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്ന ഒരു എനർജി തന്നെയാണ്. സമ്പൽ സമൃദ്ധിയുടെ ഒരു പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. ഇൻ്റലക്ച്വലായിട്ട് മുന്നോട്ട് ആണ് ആ വ്യക്തി നിങ്ങളടുത്ത് നിൽക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു ഡൗട്ടുണ്ട്, ഒരു പേടിയുണ്ട്. ഒരു മേജർ ആർക്കാന കാർഡാണ് ഇത്. ഡിവൈൻ മെസ്സേജാണ്. നിങ്ങളടുത്ത് ഒരു ഭയത്തോടുകൂടിയാണ് അവർ നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്രോച്ച് ചെയ്യുന്നത്. അവർക്ക് മതിയാക്കി പോയാലോ എന്നൊക്കെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങളെ സ്നേഹവും വിശ്വാസമൊക്കെ ഉണ്ട്. ഒരു യോദ്ധാവിൻ്റെ എനർജിയൊക്കെയാണ്. ഒരു സിക്സ് ഓഫ് വോൺസ് ആണ്. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാമെന്നൊക്കെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ട്. സാമ്പത്തികമായിട്ടൊക്കെ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് പുള്ളിക്കാരൻ്റേത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. സ്നേഹത്തിൻ്റെ കാര്യത്തിലും ഉണ്ട്, വിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഡൗട്ട്സ് ഉണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളടുത്ത് ഒരു ചെറിയ ഭയം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങളോടൊരു ചെറിയ ഭയമുണ്ട്. അത് സാമ്പത്തികത്തിലുമുണ്ട്, സ്നേഹത്തിലുമുണ്ട്, കരിയറിലുമുണ്ട്. മാനസികമായിട്ട് പുള്ളിക്കാരന് അല്ലെങ്കിൽ ആ പുള്ളിക്കാരി, അതിപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അതുമായിട്ട് റെസൊനേറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടോ എന്ന് വെച്ചാൽ വിശ്വാസമുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. അത് സാമ്പത്തികവും അതിൻ്റെ അകത്ത് കരിയറും സ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ആയിട്ട് ഒരു പേടി എന്തായാലും ഉണ്ട്. നിങ്ങൾ മുന്നോട്ട് കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സംശയിക്കാനുള്ള ഇടകൾ വരുത്തി വയ്ക്കാതെ ക്ലിയറായിട്ട് മുന്നോട്ട് പോവുക. നല്ലൊരു പേഴ്സണൊക്കെ തന്നെയാണ്, പക്ഷെ ആ പേഴ്സണിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയും ഒരു ആശങ്കയൊക്കെ ഉണ്ട്.
എന്നാൽ മുന്നോട്ട് ധൈര്യമായിട്ട് പോകുന്നൊരു എനർജിയും കൂടിയാണ്. അന്നേരം റെസൊനേറ്റ് ചെയ്യുന്നവർ മാത്രം ഇത് എടുക്കുക. ഇത് ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. റേക്കി ഹീലിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിരിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. നിങ്ങളുടെ സ്നേഹബന്ധങ്ങളും ഫൈനാൻസും കരിയറും യൂണിവേഴ്സിനോട് താങ്ക് യു പറയാം. പ്ലീസ് കമൻറ്റ്. Thank you, universe. Okay, thank you.